വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവദൂതന്മാർ ഇടയന്മാരുടെ അടുത്തേക്കാണ് പോയത്. ആ നാട്ടിൽ എത്രയോ വലിയ പ്രമാണിമാരും പാണ്ഡിത്യമുള്ളവരും എല്ലാം ഉണ്ടായിട്ടും ഇടയന്മാരുടെ അടുത്തേക്കാണ് ദൈവദൂതന്മാർ ആദ്യം ചെല്ലുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ ചിലപ്പോൾ അത് വിശ്വസിക്കുക പോലും ചെയ്യില്ല. ഇടയന്മാർ ഇത് കേട്ട ഉടനെ തന്നെ അവർ സമയമൊന്നും കളയാതെ ദൈവദൂതന്മാർ പറഞ്ഞ ഇടത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള ഒരു ക്ഷണം, ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള ഒരു ക്ഷണം നമുക്ക് അനുദിനവും, നമുക്ക് എപ്പോഴും നമ്മുടെ കാവൽ മാലാഖ വഴിയൊക്കെ ആയി നമുക്ക് ലഭിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊക്കെ തിരസ്കരിക്കുന്നു. ഇന്നാകട്ടെ, നാളെയാകട്ടെ, ഈ ജോലി തീർക്കട്ടെ, മറ്റുള്ള ജോലി ഭാരം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗത്തിലുള്ള അടിമത്വം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കർത്താവിലേക്ക് തിരിയാം. ഈ നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് നീട്ടി നമ്മൾ പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കണം കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അനേക കാര്യങ്ങളിൽ വ്യാപൃതരാകരുത്. അപ്പോൾ ഈ ഒരു ഇടയന്മാരുടെ ഒരു മനസ്ഥിതി, ഒരു മിനിമലിസ്റ്റിക് ലിവിങ്, ഒത്തിരി കാര്യങ്ങളിലൊന്നും തലയിടാതെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തലയിലേറ്റി നടക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല. ഞാനും എൻ്റെ കർത്താവും എൻ്റെ കുടുംബവും ഞാൻ പോകുന്ന വഴികളിൽ കാണുന്ന മനുഷ്യരും ഇവരോടൊക്കെ നന്നായി
പെരുമാറുകയും നന്നായി ജീവിക്കുകയും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയുമൊക്കെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, അത് വിട്ടൊന്നും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ പുതുവർഷത്തിൽ 2026 നമുക്ക് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാം. ഈ ഒരു കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.